സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം നാടിന് സമർപ്പിച്ചു. CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സബ് ട്രഷറി ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 1.65 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഒറ്റനിലയിലായി 2200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടർ, JS, STO ക്യാബിനുകൾ, 10 കൗണ്ടറുകൾ, സ്ട്രോങ് റൂം, ഗാർഡ് റൂം, റെക്കോർഡ് റൂം, പൊതുജനങ്ങൾക്കുള്ള ടോയ്ലറ്റ്, റാമ്പ്, സ്റ്റെയർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനു വേണ്ടി HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് പദ്ധതി നിർവഹിച്ചത്. യോഗത്തിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കായി സബ് ട്രഷറിയുടെ കെട്ടിടവും മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കുന്നംകുളം താലൂക്കിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാ സ്വതന്ത്രമായ ഓഫീസുകളുണ്ടാകാൻ കുറേ എണ്ണത്തിന് താലൂക്ക് കോമ്പൗണ്ടിൽ ആ കെട്ടിടത്തിൽ ഓഫീസ് സൗകര്യമൊരുക്കാൻ നമുക്ക് ഈ 10 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈ നാട് ഒരുമിച്ച് നിന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ സേവകരായ ഉദ്യോഗസ്ഥന്മാരും ആ അർത്ഥത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പ്രേംരാജ് ചൂണ്ടലാത്ത്, KR പ്രേംരാജ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, MK സുകുമാരൻ, CG ജോബ്രാജ്, ആശ അരവിന്ദ് എന്നിവർ സംസാരിച്ചു.